ഇല്ല, അവനെ വിടില്ല ഞാൻ. സിദ്ധാർത്ഥൻ അവൻ എവിടെ പോയാലും എന്റെ ത്യാഗരാജൻ അവനെ തീർക്കും. അവനിങ്ങ് വരട്ടെ, ത്യാഗരാജൻ വരട്ടെ. അച്ഛാ, 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 സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത്. അസാധാരണമായ ഒരു ശബ്ദം കേട്ടിട്ടാണ് നാട്ടുകാരും ഈ വീട്ടിലേക്ക് ഓടിക്കൂടിയത്. ബലരാമൻ സാറിന്റെ വീട്ടിലെ ആൾക്കാരുടെ ഞാനൊന്ന് പറയട്ടെ, ബലരാമനെ ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ ഒന്നും പറയണ്ട. ബലരാമൻ സാറിനെ കൊന്നിട്ട് പ്രകോപിതരായിരിക്കുകയാണ്. ജീവിച്ചിരിക്കാൻ പാടില്ല. സിദ്ധാർത്ഥൻ ചന്ദ്രൻ കൊലയാളിയായ എത്തിയത് എന്തിനാണെന്നാണ് ഇപ്പോൾ ആർക്കും മനസ്സിലാവാത്തത്. ചന്ദ്രമതി, സിദ്ധാർത്ഥൻ വന്നിട്ടുണ്ട്. നീ അങ്ങോട്ട് പോണ്ട. അവിടെ പാർട്ടിക്കാര് വളഞ്ഞിട്ട് ആക്രമിച്ചോണ്ടിരിക്കുക. എല്ലാരും കൂടെ അങ്ങനെ കൊല്ലുന്ന തോന്നേ. സിദ്ധു, വേണ്ട, അവിടെ ഇരിക്കെ ചന്ദ്രമതി. സാറേ
ഞാനൊന്ന് പറയട്ടെ. മാറി നിൽക്കണം അങ്ങോട്ട്. സാർ, ഒന്ന് ജീവിക്കാം സാർ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എല്ലാവരോടും എനിക്ക് സംസാരിക്കാൻ അതിലേക്കാ വന്നത്. കൊല്ലടാ. വരണം സാർ. സാർ നടക്കും. സാർ നടക്കും. പ്രഭ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സാറേ, സിദ്ധു കള്ളം പറയില്ല. കൊണ്ടുപോകരുത് പ്ലീസ്, പ്ലീസ് സാർ. ഞാനൊന്നും ചെയ്തിട്ടില്ല മോളെ. എനിക്കൊന്നും അറിയില്ല. ബലരാമൻ പിടിച്ചു മാറ്റി മാറ്റണോ? മാറിക്കോ സാർ. പ്ലീസ് സാർ, വന്ന് വണ്ടി കയറാം സാർ. സാർ പ്ലീസ് പറയുന്നൊന്ന് മനസ്സിലാക്കി സാർ. പ്ലീസ് സാർ വാ. അങ്ങോട്ട് പിടിച്ചു മാറ്റോ? മോളെ പേടിക്കണ്ട. അറിഞ്ഞോ? എന്തറിഞ്ഞോന്ന്? അപ്പോ ഒന്നും അറിഞ്ഞില്ലേ? വലുതും അറിഞ്ഞോ? എന്ത്? നിങ്ങളുടെ സിദ്ധു സാറിനെ പോലീസ് പൊക്കി. സത്യമാണോ നീ പറയുന്നത്? TV വെച്ച് നോക്കിയാ മതി, സത്യാണോ കള്ളാണോ എന്ന് അറിയാൻ പറ്റും. ഞാനല്ല കൊന്നേന്ന് പറയാൻ വേണ്ടി ബലരാമൻ സാറിന്റെ വീട്ടിൽ ചെന്നതാ. പണി പാളി. നാട്ടുകാര് വളഞ്ഞിട്ട് പിടിച്ചു. പോലീസ് ജീപ്പി തൂക്കിക്കൊണ്ട് പോയി. എന്റെ അച്ഛൻ മുട്ടിന് പറഞ്ഞോണ്ടിരുന്നവളല്ലേ നീ? എന്നിട്ട് ആ അച്ഛനൊരു ആപത്ത് വന്നപ്പോ ആഘോഷിക്കാണോ നീ? സ്വന്തം മകളോട് എന്ത് നീതി അച്ഛൻ കാണിച്ചിട്ടുള്ളത് പറ. മരുമകളെ വിട്ട് തല്ലിച്ചു. എന്റെ തലമുടിക്ക് കുത്തിപ്പിടിച്ച് ഇങ്ങോട്ട് തള്ളി. എന്നെ സ്റ്റേഷനിൽ കയറ്റി. SIയോട് ഞാനുമായിട്ടൊരു ബന്ധമില്ലാന്ന് മൊഴി കൊടുത്തു. ഈ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴാണോ ഞാൻ ദുഃഖാചരണം നടത്തേണ്ടത്? എന്റെ അച്ഛനെന്ന് പറയുന്ന മനസാക്ഷിയില്ലാത്ത ഈ മനുഷ്യൻ കൊന്നില്ലേ ആ പാവം ബലരാമൻ സാറിനെ? എന്റെ മനസാക്ഷി അദ്ദേഹത്തിന്റെ കൂടെയാ. എന്താന്നറിയില്ല, ബലരാമൻ സാറിന്റെ ചോരയ്ക്ക് ഈ സിദ്ധാർത്ഥനോട് പകരം ചോദിക്കണമെന്നൊരു വാശി തോന്നുന്നു. ഞാനിതിന്റെ പുറകെ തന്നെ കാണും. ഈ കേസിൽ ബലരാമൻ സാറിന് വേണ്ടി ഞാൻ കോടതിയിൽ പോവും, മൊഴി കൊടുക്കും. എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് സിദ്ധാർത്ഥൻ ബലരാമൻ സാറിനെ കൊന്നെന്ന് പത്രക്കാരോടൊക്കെ പറയും. ചന്ദ്രമതി മാഡത്തിനെ കണ്ട് ഞാൻ സപ്പോർട്ട് കൊടുക്കും. വിടില്ല. എന്റെ അമ്മയെ എന്നിൽ നിന്ന് ഒളിപ്പിച്ചു നിർത്തിയിരിക്കുന്ന അച്ഛനെ ഞാൻ വിടില്ല. നീ വിടണ്ട. എന്തെങ്കിലും സത്യം അറിയും, അന്ന് നീ കരയേണ്ടി വരും. എന്തെങ്കിലും സത്യം അറിയുമെന്നോ? ഞാൻ എന്നേ സത്യം അറിഞ്ഞു കഴിഞ്ഞു. എനിക്കറിയേണ്ട സത്യം എന്റെ അമ്മയാണ്. പറഞ്ഞില്ലേ, കോടതിയിൽ നിന്ന് എന്റെ അച്ഛൻ തന്നെ അത് വെളിപ്പെടുത്തും.
പാവം ബലരാമൻ സാറ്. ഓർക്കുമ്പോ വിഷമം തോന്നുക. അന്ന് ചന്ദ്രമതി മാഡം പറഞ്ഞു, പുറമെ പരുക്കനാണെങ്കിലും മനസ്സ് നന്മയുള്ളതാണെന്ന്. മകൾ മീരയും മരിച്ചു. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മകള് വേണ്ടേ? ഇനി ആരുണ്ട്? പാവം. അങ്ങയുടെ സുഹൃത്തുക്കളായിരുന്നല്ലോ കൊല്ലപ്പെട്ട ബലരാമനും അദ്ദേഹത്തെ വധിച്ച സിദ്ധാർത്ഥനും. അവർക്കിടയിലെ ശത്രുതയ്ക്ക് കാരണം എന്താണ് സർ? സോറി, നോ കമന്റ്സ്. സർ, സിദ്ധാർത്ഥൻ ചന്ദ്രനെ എന്ത് ശിക്ഷയാണ് കോടതി വിധിക്കാൻ പോകുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നോ കമന്റ്സ്. ആ, സിദ്ധാർത്ഥനെ അറസ്റ്റ് ചെയ്തതല്ലേ? അതെ സാർ, അനിവാര്യമായ അറസ്റ്റായിരുന്നു. സിദ്ധാർത്ഥൻ സാറാണ് ബലരാമൻ സാറിനെ കൊന്നതെന്ന് വ്യക്തമാണ്. നാട്ടുകാർ വരുമ്പോൾ കയ്യിൽ തോക്കുണ്ടായിരുന്നു. ശക്തമായ തെളിവുകളുണ്ട് സാർ. പക്ഷേ സിദ്ധാർത്ഥൻ ഒരിക്കലും ഇങ്ങനെ ഒരു കൊലപാതകം നടത്തില്ല. ഒന്നിലധികം ദൃക്സാക്ഷികളുണ്ട് സാർ. മീര വധക്കേസിനെ തുടർന്നുള്ള ശത്രുതയാകാമെന്ന നാട്ടുകാർ പറയുന്നത്. സിദ്ധാർത്ഥനെതിരെ ജനകീയ വികാരം ശക്തമാണ്. ജനക്കൂട്ടം സിദ്ധാർത്ഥനെ ആക്രമിച്ചു. എന്നിട്ട് ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട അദ്ദേഹത്തെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോയത്. അദ്ദേഹത്തിന്റെ ഭാര്യയും മരുമകളും ഇവിടെ തന്നെ ഉണ്ട്. പക്ഷേ അവരിവിടെ നിൽക്കുന്നത് അപകടമാണ് സാർ. ഹരിയങ്കള് ഹരിയേട്ട, സിദ്ധുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. സിദ്ധു ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഹരിയേട്ട. ഇതില് മറ്റെന്തോ ചതിയോ അപകടമോ നടന്നിട്ടുണ്ടെങ്കിലേ? അതെ, അതൊക്കെ ശരിയാണ്. പക്ഷേ തൽക്കാലം പ്രഭയും ദേവികയും ഇവിടുന്ന് മാറി നിൽക്കണം. സിദ്ധുവിനെ ജനങ്ങൾ ആക്രമിച്ചില്ലേ? അതുപോലെ നിങ്ങൾക്ക് നേരെയും ഒരു ആക്രമണം ഉണ്ടായാൽ? നാട്ടുകാർ ഞങ്ങളോട് ദേഷ്യം തീർത്തോട്ടെ, ഒട്ടും വിഷമമില്ല. പക്ഷെ എങ്ങനെ സിദ്ധുവിനെ രക്ഷിക്കണം? ഞാൻ പറഞ്ഞില്ലേ പ്രഭേ, അതിന്റെ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി ഉടനെ ചന്ദ്രത്തേക്ക് തിരിച്ചു പോകണം. ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ അപകടത്തിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. മോളെ, നീ പ്രഭയെ വിളിച്ചിട്ട് എത്രയും വേഗം വീട്ടിലേക്ക് പോകാൻ നോക്ക്. ബലരാമന്റെ അണികൾ നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ്. പലയിടത്തും പ്രതിഷേധവും പ്രകടനവും ഒക്കെ നടക്കുക. ഈ മരണ വീട്ടിലെ സമാധാനം നിങ്ങളായിട്ട് നഷ്ടപ്പെടുത്തരുത്. അങ്കിള് പറയുന്നത് അനുസരിക്കാം. ശരി. ആ ഷൈജൻ സാർ. സാർ, ഇവരെ രണ്ടുപേരെയും സുരക്ഷിതമായിട്ട് ഇവരുടെ വീട്ടിലെത്തിക്കണം. ശരി സാർ. ഇവർ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് തന്നെയാണ് പോലീസിന്റെ അഭിപ്രായം. ഇവരോട് ഇറങ്ങാൻ പറയൂ സാർ. വേണ്ട ഏർപ്പാട് ഞാൻ ചെയ്യാം. ആ ശരി സാർ. ചെല്ലു പ്രഭേ. ഞാൻ ചന്ദ്രമതിയോടൊന്ന് പറഞ്ഞിട്ട് വരാം. വേണ്ടമ്മേ, ആന്റി ആകെ ദേഷ്യത്തിലായിരിക്കും. അതെ, ഈ ഒരു അവസരത്തിൽ ഒരു യാത്ര പറച്ചിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ചെല്ല്. വാ അമ്മേ.
പൊയ്ക്കോ, പോയി രക്ഷപ്പെട്ടോ. എന്റെ ബാലുവിനെ കൊന്നുകളഞ്ഞല്ലോ ഹരിയേട്ട. ദുഷ്ടൻ. അവൻ കുറെ ദിവസം മുമ്പ് ഒക്കെ തീരുമാനിച്ചിരുന്നു. മദ്യസൽക്കാരൊക്കെ നടത്തി അവൻ ബാലുവിനെ പാട്ടിലാക്കി. ഇവിടെ ഞാനില്ലാത്ത സമയം നോക്കി വന്ന് ഉദ്ദേശിച്ച കാര്യവും നടത്തി. അങ്ങനെയൊന്നും ഉറപ്പിക്കണ്ട ചന്ദ്രമതി. ഹരിയേട്ടൻ അവനെ രക്ഷിക്കാൻ നോക്കണ്ട. ഇനി ആരൊക്കെ രക്ഷിക്കാൻ നോക്കിയാലും അയാള് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. എല്ലാം ഒന്ന് കഴിഞ്ഞോട്ടെ. മീരയുടെ മരണത്തിൽ അയാൾക്കെതിരെ ചെയ്യാൻ ഉദ്ദേശിച്ചതൊക്കെ എന്റെ ബാലുവിന് വേണ്ടി ഞാൻ ചെയ്യും. അയാളുടെ മോളാണല്ലോ ആ തനുജ. തനുജെ ബാലു ഏറ്റെടുത്തില്ല. അതിന്റെ പകയാ അവൻ തീർത്തത്. ചന്ദ്രമതി, മനസ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ വിട്ട് വിഷമിക്കണ്ട. നിയന്ത്രണം വിടുകയല്ല, സംയമനം പാലിക്കുകയാണ് ഇപ്പോൾ വേണ്ടത്. എന്റെ എല്ലാമായ ബാലുവിനെയാ ആ ദ്രോഹി കൊന്നു വീഴ്ത്തിയത്. എന്റെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മാറ്റിയത്. അപ്പോ ഞാൻ വെറുതെ ഇരിക്കുന്നാണോ? ഞാൻ ഇറങ്ങാൻ പോവാ. ആ കണ്ണീ ചോരയില്ലാത്തവൻ പ്രേമിച്ചിരുന്ന പെണ്ണിനെ വഞ്ചിച്ച് ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു. എന്നിട്ട് കൈയൊഴിഞ്ഞു. കുഞ്ഞനാഥയായി. ആ ദുഷ്ടത കാണിച്ചവൻ ബാലുവിനെയല്ല, എത്ര പേരെ കൊല്ലാനും മടിക്കില്ല. എന്റെ ബാലുവും പോയി, എന്റെ മീരമോളും പോയി. എനിക്കെല്ലാം നഷ്ടമായി. എനിക്കെല്ലാം നഷ്ടമായി. ഇനി എനിക്ക് ആരാ ഉള്ളത്? ഞാനിനി എന്തിനാ ജീവിക്കുന്നേ? ജീവിക്കണം. എനിക്ക് ജീവിക്കണം. സിദ്ധാർത്ഥനെയും അവന്റെ കുടുംബത്തിനെയും വെറുതെ വിടില്ല ഞാൻ. പകരം ചോദിച്ചിട്ടെ ഞാൻ ഈ ഭൂമി വിട്ടു പോവൂ. ചന്ദ്രമതി, ബലരാമൻ സാറിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു പാപഭാരവും ചുമന്ന് നടന്നിട്ട് ഒടുവിൽ ഇങ്ങനൊരു വിധി വന്നല്ലോ. പറയേണ്ട കാര്യങ്ങൾ സമയാസമയത്ത് പറയുക, ഇല്ലെങ്കിൽ ഓരോ ദുരന്തങ്ങൾ ഇങ്ങനെ അനുഭവിക്കും. ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല മുരളി. രജനിയുടെ ഹോസ്പിറ്റലില്, സിദ്ധാർത്ഥ സാറാണെങ്കിൽ ജയിലില്. ചന്ദ്രത്തെ അവസ്ഥ ആലോചിക്കുമ്പോ പേടിയാവാ. ബലരാം സാറിന്റെ ആളുകൾ വെറുതെ ഇരിക്കുമോ ഇനി? അങ്ങനെ ചിന്തിച്ചാൽ ജീവിക്കാൻ പറ്റുമോ ഗിരീഷേട്ടാ? നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ നടക്കട്ടെ. പറയുമ്പോ ഒക്കെ എളുപ്പം മുരളി. നിസ്സാര സംഭവമാണ് നടന്നിരിക്കുന്നത്. ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിനാ പോലീസ് സിദ്ധാർത്ഥൻ സാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഏത് തരത്തിലുള്ള വെല്ലുവിളികളും ഉണ്ടാവാം. കരുതലോടെ ഇരുന്നേ പറ്റൂ. നന്ദനെ കണ്ടിട്ടെന്ന് പറഞ്ഞു. അവൻ ഓക്കെയാണോ? എന്തു പറയാൻ, അച്ഛന്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയല്ലേ. സമാധാനിപ്പിക്കാൻ എന്തെങ്കിലും പറഞ്ഞു എന്നല്ലാതെ എനിക്കും അങ്ങനെ നിയന്ത്രിക്കാനൊന്നും പറ്റുന്നില്ല. വീട്ടിൽ മുറിയിൽ കയറി അടച്ചിരിക്കാന്നാ ദേവിക പറഞ്ഞത്. ഇത്രയും സ്നേഹിച്ച അച്ഛന്റെ കാര്യമല്ലേ, മകന് സഹിക്കൂ. രജനിയുടെ അവസ്ഥ ഏതാണ്ട് അങ്ങനൊക്കെ തന്നെ.
മരുന്ന് കൊടുക്കാൻ വന്ന ഏതോ നേഴ്സാ വിവരങ്ങളൊക്കെ അവളോട് പറഞ്ഞത്. അപ്പൊ തുടങ്ങി കരച്ചില്ല. എന്ത് ചെയ്യാനാ? നോക്കാം. എന്തായാലും ഗിരീഷേട്ടൻ രജനീച്ചയുടെ അടുത്തേക്കല്ലേ, ഞാൻ പോയേക്കാം. ശരി. ആ മുരളി, ഇടയ്ക്ക് നന്ദനെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചേക്കണേ. ശരി.